ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ഡെക്കോർസ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീപ്പുളി അച്ചാർ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചെമ്മീപ്പുളി എന്നാണ് വിളിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇരുമ്പൻപുളി എന്നും വിളിക്കാറുണ്ട്. ചിലരൊക്കെ ചീമപ്പുളി എന്ന് പറയും. ഇത് കഴുകി വാരി നീളത്തിൽ അരിയണം. അരിഞ്ഞതിന് ശേഷം ഇതൊരു 300 ഗ്രാം ഉണ്ടാവും. അച്ചാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടാക്കണം. ഇതിലേക്ക് ഒരു 50 ml നല്ലെണ്ണ ഒഴിക്കണം. ഞങ്ങൾ സാധാരണ സ്വർണ്ണം നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 12 അല്ലി വെളുത്തുള്ളി ഇടണം. പിന്നെ ഒരു 1.5 ഇഞ്ച് പീസിൻ്റെ ഇഞ്ചി ചെറുതായി അരിഞ്ഞിടണം. പിന്നെ ഒരു 7 പച്ചമുളക് ഇടണം. ഇതിൻ്റെ കളർ കുറച്ച് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച് കുറയ്ക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കൂടി ഇട്ട് ഇളക്കണം. ഒരു 5 സെക്കൻഡ് ഇളക്കിയാൽ മതി. അതിന് ശേഷം ഒരു 250 ml വെള്ളം ഒഴിക്കണം, ഏതാണ്ട് 1 ഗ്ലാസ് വെള്ളം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കായംപൊടി ഇടണം. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ഇടണം. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ബോയിൽ ചെയ്യണം. അത് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഈ മിക്സ്ചറിലോട്ട് നമ്മൾ ഇനിയാണ് ചെമ്മീപ്പുളി ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെമ്മീപ്പുളി ഇതിന് മുമ്പ് വേവിച്ചിട്ടൊന്നുമില്ല. നേരെ അരിഞ്ഞു വെച്ച ചെമ്മീപ്പുളി ഇവിടെ ആഡ് ചെയ്യാണ് ചെയ്യണത്. വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലിട്ട് ഇളക്കുമ്പോൾ അത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഈ ചൂടിൽ തന്നെ ചെമ്മീപ്പുളി വെന്ത് വരും. ഒരു 10 മിനിറ്റ് ആറാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ചെമ്മീപ്പുളി അച്ചാർ റെഡി. ഇത് നനവില്ലാത്ത ചില്ല് പാത്രത്തിലോ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഈ അച്ചാർ മറ്റു രീതിയിലും ഉണ്ടാക്കുന്നവരുണ്ട്. ഞങ്ങളിവിടെ കാണിച്ചിട്ടുള്ളത് ഏറ്റവും എളുപ്പത്തിലും ക്വിക്കായിട്ടും നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. ഇത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ടൈം ആണെങ്കിൽ പോലും വളരെ കുറവാണ്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചെമ്മീപ്പുളിയും കൂടി നന്നാക്കാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. സോ ഇത് വളരെ ഒരു ക്വിക്ക് റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ക്വിക്ക് റെസിപ്പീസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോം റിലേറ്റഡ് വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.